that പള്ളി പോളിറ്റിക്സിന് മുന്നിൽ നിന്നിട്ട് കാര്യമില്ല. Like there's a world beyond the Sabha and the Palli. കാര്യമില്ല, നാട്ടിലല്ലല്ലോ നമ്മളിപ്പോൾ. Like if you get involved in the politics of Kerala, you don't live there. You have to understand you live here and your community lives here. അടുത്ത തലമുറയും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നമുക്ക് ഈ വിഷയത്തിന് അപ്പുറത്തേക്ക് കടക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്ക ഇന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി ഭയങ്കര, ഈ കോവിഡിന് ശേഷം ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അമേരിക്കയിലും രൂക്ഷമാണ്. ഒത്തിരി ജനങ്ങൾ ജോലി നഷ്ടപ്പെട്ട് ധാരാളം പേർക്ക് ഭക്ഷണപ്പൊതി പോലും ഇല്ലാത്തൊരവസ്ഥ പല സ്റ്റേറ്റുകളിലും സംജാതമാണ്. നമ്മൾ മലയാളികൾ, ഇന്ത്യക്കാരെല്ലാം ജോലി ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് ഇതൊന്നും നമ്മൾ നേരിടുന്നില്ല. അല്ലാത്തൊരു വിഭാഗം വളരെ കൂടുതലായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട്, കോവിഡിന്റെ പശ്ചാത്തലം അതിനൊരു കാരണമാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ കോവിഡ് ഉയർത്തിയ ഒരു വലിയ പ്രശ്നം, ഈ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവര് കോവിഡിനുള്ള ചികിത്സ കിട്ടുമോ, കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അവരൊത്തിരി സ്പ്രെഡിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് ചികിത്സ കിട്ടുന്ന അവർ മനുഷ്യരാണ്, അവർക്ക് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഡെമോക്രാറ്റിക് കക്ഷി എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? അവരും സമാനമായ രീതിയിലുള്ള നീക്കങ്ങൾ, അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അവരുടെ ട്യൂഷൻ ഫീസ്, അതൊക്കെ ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. മോർഗേജ് 2%, സ്റ്റുഡന്റ് ലോൺ 8%. എന്താ ഇത്? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിലൊക്കെ ഡെമോക്രാറ്റുകളും ട്രംപിന്റെ നയമാണ് സ്വീകരിക്കുന്നെങ്കിൽ ജനം അവർക്കെതിരെ പ്രക്ഷോഭത്തിനിറങ്ങും. അത് വേറൊരു കാര്യം. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തുന്നത്? നിഷയുടെ ക്വസ്റ്റിനൊപ്പം ഞാൻ ആഡ് ചെയ്യുന്നതാണ്. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കണമല്ലോ. ഡെമോക്രാറ്റിന് അധികാരം കിട്ടുകയാണ്, അവരുടെ മുമ്പിലുള്ള ഈ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ജ്യോതിസ് ജെയിംസ് പറയൂ. So I want to respond to the first question you asked about these religious fanatics that are joining or in support of generally Trump. And it's not strange because Trump is, I wouldn't say he's a Christian. ക്രിസ്ത്യാനി ഞാൻ പറയത്തില്ല. കാര്യം ഇതാ, പുള്ളി പള്ളി പോകുന്നവനല്ല, ദൈവശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ, അങ്ങനെ സഭയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്നാലും he is inheriting a legacy from the Republican Party started in the 80s, where they managed to get an association between Christianity, being Christian, and being Republican, having conservative values. So he's just milking that and was able to move this forward. And then we as Christians, a large percentage of the Malayali population here are Christians. We have to remember that even though we are Christians, we are not the same Christians as the European Christians. We have a different skin color. If you think about the Udayampur Synodos that happened, that should be a historical moment for at least the Marthomala Saranis. That at that time, even though we were Christians, for centuries, for millennia, the Portuguese thought we were heathens. They do not think of us as rational. And so, even as you go around in the United States, you will never be considered Christian. എന്നെ കാണുമ്പോൾ അവരെന്തോ പറയുന്നത്, മുസ്ലിമാണ് കണക്കാക്കുന്നത്, താടി ഉള്ളത് കൊണ്ട്. യുനോ, താടി വെട്ടി കഴിഞ്ഞാലും മുസ്ലിം ആയിട്ട് അവർ കണക്കാക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഹിന്ദു ആണെന്ന് ചോദിക്കത്തേ ഉള്ളൂ, അല്ലാതെ ക്രിസ്ത്യാനിയായിട്ട് അവർ കാണത്തില്ല. സോ ഇതെല്ലാം കാണിച്ചിട്ടും യുനോ ഇന്ത്യൻ ദേശീയ പതാക പിടിച്ച് അവിടെ പോയി നിന്നിട്ടും കാര്യമില്ല. നമുക്ക് നമ്മുടെ വർഗത്തിന് അവിടെ ഈ വെളുത്ത വർഗക്കാരുടെ മുന്നിൽ വിലയില്ല. അത് പിടികിട്ടിയാല് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തേ ഉള്ളൂ ഈ സമൂഹത്ത്. പണം ഉണ്ടെങ്കിലും സാമ്പത്തികം ഉണ്ടെങ്കിലും നമുക്ക് ഇവരുടെ മുന്നിൽ വിലയില്ല. That's all I have to say about that point. But moving forward, the Democratic Party, I think a lot of solutions can come, but it's not going to be easy because the Democratic Party is also invested in maintaining the economic structures that privilege the wealthy. And they may have black and brown faces in their populace. You know, they'll have a diverse population, but it's always going to still privilege the wealthy. So we need to put pressure. It is easier to put pressure on the Democratic Party than it is on the Republican Party if they are in power. So that's what we can hope for moving forward to get all the things that Josa mentioned in terms of changes coming forward. So that's all I have to say. Matthew Sare. Okay.
ഭരണപരമായിട്ട് ഏറ്റവും വലിയൊരു ദുഷ്കരമായ സ്ഥിതിയിലേക്കാണ് പുതിയ ഭരണകൂടം വരാൻ പോകുന്നത്. ബൈഡൻ, കമല ഹാരിസ്. ഒരു ശുഭപ്രതീക്ഷ ഞാൻ കാണുന്നത്, ട്രംപ് ഒരു ബാർഗെയിനർ ആയിരുന്നെങ്കിൽ ബൈഡൻ ഒരു നെഗോഷിയേറ്ററാണ്. ആരുമായും പ്രശ്നം ചർച്ച ചെയ്ത് ബോധത്തിൽ കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ ഒരു ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. എതിർക്കുന്ന റിപ്പബ്ലിക്കൻസിലെ ഒരു വിഭാഗത്തെ പോലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്, ശാന്ത സ്വഭാവത്തോടൊപ്പം തന്നെ. അതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഈ സംഘർഷം കൂടാതെ പരിഹരിക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമുണ്ട്. റിപ്പബ്ലിക്കനിലെ ജനങ്ങളിലും ഒരു നല്ല വിഭാഗം ആളുകൾ സാധാരണക്കാരുടെ പട്ടിണിയും സാമ്പത്തിക ക്ലേശവും പരിഹരിക്കണം എന്നുള്ള വിശ്വാസക്കാരുണ്ട്. അവരിലെ മെയിൻ കോറോ അവരെ നയിക്കുന്നവരോ മറ്റൊരു ചിന്താഗതിക്കാരാണെങ്കിൽ പോലും അവരുടെ കൂട്ടത്തിലുള്ള ജനങ്ങളിലൊരു വിഭാഗം വിശപ്പ് മാറ്റണം എന്നുള്ളവരാണ്. അത്തരം ആളുകളെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോയെങ്കിൽ അല്ലാതെ അമേരിക്കയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. തികച്ചും ഡെമോക്രാറ്റിക് പോളിസിയിൽ മാത്രം ഒരു വിഭാഗം ആളുകൾ ഉപദേശിക്കുന്നത് പോലെ എല്ലാ NACPA-ക്കാരെ കൊണ്ട് നിയന്ത്രിച്ചോ എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ മാത്രം ആശയങ്ങൾ ചെവിക്കൊണ്ടാൽ ബൈഡനും ഒരു പരാജയമായിരിക്കും. ഒരു വിഭാഗം റിപ്പബ്ലിക്കൻസുകളെ കൂട്ടത്തിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അമേരിക്കയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുള്ളൂ. അതെ, ട്രംപ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒട്ടൊക്കെ ബിസിനസ് പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഇന്റർനാഷണൽ ലെവലിൽ ഒരു സമാധാനം കൊണ്ടുവന്നിട്ടുണ്ട്. എക്കോണമി അല്പം ബൂസ്റ്റിംഗ് ആയിരുന്നു, ഷെയർ മാർക്കറ്റ് ബൂസ്റ്റിംഗ് ആയിരുന്നു. ഇതൊക്കെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ വലിയ പ്രചോദനമുണ്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് ബിസിനസ് പീപ്പിളിന് ധാരാളം ഹെൽപ്പ് സ്റ്റിമുലസ് ആയിട്ട് കൊടുത്തിരുന്നു. ഇതൊക്കെ എക്കോണമിയെ പിടിച്ചു നിർത്താൻ ഒട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴുണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഒക്കെ വലിയ പ്രതിസന്ധി അമേരിക്ക നേരിടുന്നുണ്ട്. ഭരണം മാറുകയാണ്. ട്രംപിന്റെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ നിലവാരം ഡെമോക്രാറ്റുകൾക്ക് നിലനിർത്തുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ബേബി ചേട്ടൻ റിപ്പബ്ലിക്കൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒരു ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബൈഡനെ ഇത് നേരത്തെ മുതൽ നമുക്കെല്ലാം അറിയാം. വൈസ് പ്രസിഡന്റായിട്ട് 8 വർഷം ഇരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഏതാണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ടേം ഇത് പോകും എന്നുള്ള ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ഇനി ഒരു ഡെമോക്രാറ്റായ ബൈഡൻ പ്രസിഡന്റായി വരുന്നതോടുകൂടി ഇതെല്ലാം ഓവർനൈറ്റിൽ ശരിയാകും, എല്ലാവരും തുല്യരായി പോകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇവിടെ സംഭവിക്കുകയില്ല. അമേരിക്കൻ ഇതനുസരിച്ച് ഇവരെല്ലാം ഏതാണ്ട് രണ്ട് പാർട്ടി ഏതാണ്ട് ഒരുപോലെയാണ്. സ്വല്പം ചില വ്യത്യാസം സംസാരത്തിൽ വരുന്നതേ ഉള്ളൂ. കാരണം ക്ലിന്റൺ 8 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നു. അതിനുശേഷം ഒബാമ 8 വർഷം പ്രസിഡന്റ് ആയിട്ടിരുന്നു. വാട്ട് ഹാപ്പൻ? ഒബാമ ഒരു ബ്ലാക്ക് 8 വർഷം പ്രസിഡന്റ് ആയിരുന്നിട്ട് അദ്ദേഹം ബ്ലാക്കിന് വേണ്ടി എന്താ ചെയ്തത്? ബ്ലാക്കിനെ ഉദ്ധരിക്കാൻ പാടില്ല, അല്ല എന്തുമാത്രം സഹായം ബ്ലാക്കിന് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങനെയൊന്നും സാധിക്കില്ല ഈ രാജ്യത്ത്. അതിന് വ്യക്തമായ ഭരണഘടനയുണ്ട്. ഇപ്പൊ ട്രംപ് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് അഗ്രസീവായിട്ട് ഇത് പോകുന്നു. എന്നാൽ ഹി കുഡ്ന്റ് ഡു മച്ച്. കാരണം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കോൺഗ്രസ് ഉണ്ട്, സെനറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പല ഘടകങ്ങളുണ്ട് അമേരിക്കയിൽ. അപ്പൊ അതുകൊണ്ട് ബൈഡൻ ഒന്ന് പ്രസിഡന്റായി അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ വന്നു എന്ന് വിചാരിച്ച് ഇതെല്ലാം മാറി നാളെ ഇവിടെ എല്ലാം റോസ് ഗാർഡൻ ആകും എന്ന് ആരും ചിന്തിക്കേണ്ട. അത് വെറും വ്യാമോഹമാണ്. അതെ സിനി, ഈ ചോദ്യം തന്നെ നമ്മൾ സിനിയോട് ചോദിക്കുകയാണ്. അതായത് ഡെമോക്രാറ്റുകളുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം ഈ റിപ്പബ്ലിക്കൻ ഭരണാധികാരി ട്രംപ് ചെയ്ത കാര്യങ്ങളുടെ വിമർശനാത്മകമായി കണ്ട് ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് അധികാരം കിട്ടാൻ പോകുന്നത്. അപ്പോ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ് ഇക്കണോമിക് ഡിപ്രഷന്റെ പ്രശ്നമുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, സ്റ്റുഡന്റ് ലോൺ പ്രോബ്ലം ഉണ്ട്, ഈ പറഞ്ഞ
ഇൻഷുറൻസ് പ്രോബ്ലം, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ ഓൾ, ആ പ്രശ്നമുണ്ട്. കോവിഡ് വാക്സിൻ എല്ലാവരിലേക്കും എത്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അമേരിക്കൻ ജനത നേരിടുന്ന രൂക്ഷമായ ചില പ്രശ്നങ്ങളുടെ മേൽ നിങ്ങൾ എന്ത് നടപടിയാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത്? Thank you for the question. In this case, I somewhat agree with Baby Uncle in that it is impossible to overturn years and centuries of what has already existed, right? So President-elect Biden and Vice President-elect Harris is going to have to undo the 4 years. They're going to have to spend their first 1, 2, 3 years undoing the work of what Trump has done. So we have to understand that this takes time, right? Change takes time, and it's not something that can happen overnight. We as a Malayali people have a responsibility to show up for our community and for the next generation of Americans. And we can only do that by dismantling white supremacy. Nisha, you mentioned that the flag was waving during the riots. And this is one of those things. India Rajathinde Deshiya Padageye Amerikayode Janadipatya Dhamsanathine upayogichu. Adana when we see this ee cheyda tettu, right? Idu Malayaliകളുടെയും ഇന്ത്യക്കാരുടെയും മുന്നേറ്റത്തിന് പ്രയോജനം ചെയ്യുകയില്ല. We are not going to advance by having this radicalization of white power as people of color. Why would that benefit us? So to see the Indian flag at that stage, it was not only violent, but a direct understanding that not all skin folk are kinfolk, which is what Zora Neale Hurston had said. So we must understand that in order to come together as a Malayali people, we need to understand that we have to deconstruct and dismantle white supremacy in order to create a better future and a more real democracy for America. പിന്നെ നമ്മൾ ഈ അഡ്മിനിസ്ട്രേഷനെ പറ്റി പറഞ്ഞു. You're right, very difficult ആണ് ഒരു അഡ്മിനിസ്ട്രേഷന് ഫുൾ സപ്പോർട്ട്, ദാറ്റ് ഈസ് റിപ്പബ്ലിക്കൻ ആൻഡ് ഡെമോക്രാറ്റിക് സപ്പോർട്ട് ഇല്ലാതെ എന്തേലും അക്കോംപ്ലിഷ് ചെയ്യാനുള്ളത്. സോ ഐ തിങ്ക് ദാറ്റ് ഗോയിങ് ഫോർവേഡ് ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബിഗ് കൺടെൻഷൻ. പക്ഷെങ്കിൽ ഇപ്പം നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തു ഡെമോക്രാറ്റ്സ് ആണ് ഇപ്പം പവറിൽ വന്നിരിക്കുന്നത്, വൈറ്റ് ഹൗസിലും പിന്നെ നമ്മുടെ Congress, House of Representatives and Senate. So this indicates a change that's happening in the communities in the US. Georgia, if you see, a lot of Black Americans have come out to vote. Previously, they were not voting because they know that our vote cheydalum there was nothing that was happening. Pakshangi, you see a movement that's happening, and this movement is powered by the younger, progressive thought. So, idu mumbilotte konduvan nammal already paranju ichira paadana. Pakshangi, how do we bring everybody on board? Because idu oru generational gap kude undu. Generational gap, religious gap, cultural differences, skin differences, idellam namakku we have to talk it out and we have to deconstruct the white supremacy. So how do we, what's our first step? How do we go about this from a society, as a Malayali community? Nammal Republican ayalum Democrat ayalum, what is the first step that we would have to do? Nisha, I just want to say that it's not that Black voters didn't show up. It's that Black voters have historically been suppressed. Voter suppression is real. And yes. I just want to make that clear. And Jyotis, would you like to share or? Let me just say that. You can go ahead and expand on. When I said Black voters didn't show up, you're right. Their votes were suppressed, but previously also they were not engaged in the politics as they are now, because we are seeing നമ്മള് ഇപ്പം വീഡിയോസ് കാണുന്നുണ്ട് of Black people being brutally assassinated by police. It's all in front of our eyes. So ഇപ്പം ഫോണും വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്, and people are getting engaged.
right? So there has definitely been a development of technology that has allowed us to see visually the racism that has already existed in this country. Correct. പക്ഷേ നമ്മൾ നോക്കണം, like the Georgia turnout, there was over 4.4 million voters that turned up for the runoff, right? This is historic because of the fact of decades of work. This didn't happen overnight. These are primarily Black and brown activists, primarily Black women, Stacey Abrams, Latasha Brown, and say Afoot, over a decade of work on the ground, registering voters, overturning voter suppression in order to make a more real democracy. And this is the one thing I want Malayali community to know, is that traditionally in America, white people and the white constitution has never given power or rights to people of color. But the real democracy has been spearheaded primarily by Black and Indigenous people in this country. We see that through Shirley Chisholm, who was the first Black woman to run for president, the first Black woman who was elected to Congress. Countless Black and Indigenous people allowed us as Malayalis to be participants in this democracy and enjoy the freedoms and privileges we do in this country. Never forget that. That's right, Sini. In fact, the Civil Rights Act is what allowed immigration to happen back in the 60s and the 70s so that we could immigrate here. Matthew, sir, what's your take on our next step in the Malayali community? മറ്റൊന്ന്, മലയാളികൾ സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. മലയാളികൾക്കൊരു മനോഭാവമുണ്ട്, അവര് കറമ്പരെ കണ്ട കറുപ്പിച്ചു തുപ്പുന്നൊരു ഒരു മനോഭാവം. തെറ്റാണത്. നമ്മളെ വിളംബരി കാണുന്നത് അങ്ങനെയാണ്. ആ വിളംബരി നമ്മളോട് കാണിക്കുന്ന അതേ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കറമ്പരോട് കാണിക്കുന്നുണ്ട്. തെറ്റാണത്. ആ മനോഭാവം മാറ്റിയെടുത്തേ പറ്റൂ. മാനസികമായി നമ്മൾ തന്നെ മാറ്റണം. ഈ ജെസ്സി ജാക്സൺ ഒരു കാലത്ത് വിളംബനാകാൻ വേണ്ടി ഒരുതരം മരുന്ന് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല മലയാളികളും ഇന്ന് ആ മരുന്ന് തേടി പോവുകയാണ് വെളുപ്പ് കിട്ടാൻ വേണ്ടി. നടക്കലത്. എന്നിരുന്നാൽ പോലും നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ മനോഭാവം തന്നെ മാറ്റിയിട്ട് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലായിക്കോട്ടെ, ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കനോ, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഷുഡ് ബി ഹ്യൂമൻ ബീയിങ്സ് ഫസ്റ്റ് ആൻഡ് വി ഷുഡ് ബി ബിലീവിങ് ഇൻ ഡെമോക്രസി. സജീവമായി പങ്കെടുത്തേ പറ്റൂ. നമ്മളുടെ നല്ല വിഭാഗം ഇന്ന് വോട്ട് ചെയ്യാൻ പോകാത്തവരാണ്. പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ വി ആർ നോട്ട് എൻഗേജിങ് ഇൻ. ചിലരൊക്കെ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അവരെ അടിമുതലേ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് വരണം. വോട്ട് രജിസ്ട്രേഷൻ തയ്യാറാകണം. പിന്നെ സ്കൂൾ ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഉണ്ടാവണം. സ്ട്രീറ്റ് ക്ലീൻ ചെയ്യാൻ ഒരു കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാവണം. നമ്മൾ 1-2 സ്ഥാനാർത്ഥികളെ അവിടെ ഇവിടെ നിർത്തിയിട്ട് അത് ആഘോഷിച്ചാൽ മാത്രം പോരാ. We should be engaged in public activities. Well, I agree with everything Sunny and Matthew sir have said so far. And to add to that, Palli politics in Mundi ninittu karyamilla. Like there's a world beyond the Sabha and the Palli. Karyamida naatillellalo nammalippam. Like if you get involved in the politics of Kerala, you don't live there. You have to understand you live here and your community lives here. അടുത്ത തലമുറയും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്, ഇവിടെ വളരുന്നത്. അതുകൊണ്ട് അവരെ നോക്കിയിട്ട് അവരുടെ മുന്നേറ്റത്തിന് വേണ്ടി നിങ്ങൾ പോളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. പിന്നെ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ്, യു ഹാവ് ടു റീഡ് ബോത്ത് കൺസർവേറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് സ്റ്റാൻസസ് ഇൻ ദ ന്യൂസ്. ആൻഡ് മലയാള പത്രം വായിക്കണം, അത് തന്നെയല്ല ഇംഗ്ലീഷ് പത്രം ഒന്നിച്ച് വായിക്കണം. യുനോ that's one issue we have as Malayalis. We live in very separate linguistic worlds. മലയാളികളും പിന്നെ മലയാളികളുടെ this thing പിള്ളേരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ വേർപെടിച്ചാൽ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോയാൽ ഇത് ശരിയാകത്തേ ഉള്ളൂ. സോ അത് പറയാനേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ മലയാളീസ് പൊളിറ്റിക്സിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കണം. കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതൽ മലയാളീസ് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അഭിമാനകരമായിട്ട് ന്യൂയോർക്കിൽ വി ഹാവ് എ സ്റ്റേറ്റ് സെനറ്റർ, അതുപോലെ ടെക്സാസിൽ ഒരു കൗണ്ടി എക്സിക്യൂട്ടീവ് ഉള്ളത് ഏറ്റവും വലിയ ഒരു പോസ്റ്റ് KP ജോർജ് ഈസ് എ കൗണ്ടി എക്സിക്യൂട്ടീവ് ഇൻ ടെക്സസ്. അതുപോലെ റോബിൻ അലക്കാട്ട് ഒരു മേയറാണ്. ഡാളസിൽ മറ്റൊരു മലയാളി ഒരു മേയറാണ്. അങ്ങനെ ധാരാളം മലയാളീസ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. അത് കൂടുതൽ ഇനി
വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അമേരിക്കയിലെ ഇപ്പോഴത്തെ ഈ ഭരണകൂടം ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡേഞ്ചറസ് ഭരണകൂടം. അതിൻ്റെ കാരണം ആളുകൾ പ്രസിഡന്റ് ഡേഞ്ചറസ് ആയതുകൊണ്ടല്ല, പ്രസിഡന്റ്, കോൺഗ്രസ്, സെനറ്റ് മൂന്നും ഒരു പാർട്ടിയുടെ കയ്യിലാണ്. അപ്പൊ അത് വളരെ ഒരു വൺ സൈഡഡ് ആയി കംപ്ലീറ്റ് മാറിപ്പോകും. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അമേരിക്ക. ഈ ചർച്ച ഒരുപക്ഷെ വളരെ പുരോഗമനപരമായ ഒരു ചർച്ചയായിരുന്നു. ഈ മലയാളി ഇന്ത്യൻ സമൂഹം, അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യര് എല്ലാവരും 2 തലമുറയിലുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ ഈ ചർച്ചയ്ക്കകത്ത് പെടുത്തിയത്. ഈ പുതിയ തലമുറയിൽ നിന്ന് സിനി സ്റ്റഫാനും ജ്യോതിസ് ജെയിംസും നിഷ മാത്യൂസും ഗൗരവമായി പങ്കെടുത്തപ്പോൾ തന്നെ ജെ മാത്യു സാറും ബേബി ഊരാളിയും അതിൻ്റെ മറ്റൊരു വിങ്ങിൽ നിന്ന് കാര്യങ്ങളെ കാണുകയാണ്. നമുക്ക് ഒരു കാര്യം ഈ ജനാധിപത്യ സമൂഹത്തിൽ നിന്ന് മനസ്സിലാക്കാം. എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയം ഈ പൊതു ഭരണ സംവിധാനത്തിൽ ഇടപെട്ട് കൊച്ചിലെ മുതലേ ജെ മാത്യു സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ജീവിക്കുന്ന സമൂഹത്തിലെ ലൈബ്രറിയിലും ക്ലീനിങ്ങിലും എല്ലാ രംഗത്തും തുടക്കം മുതലേ പ്രവർത്തിച്ച് ജ്യോതിസ് പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്ത് നിർബന്ധമായും ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ഒരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അരാഷ്ട്രീയവാദികളായ ഒരു രാഷ്ട്രീയവുമില്ലാത്ത ഒരു സമ്പന്നരായ മനുഷ്യര് ഈ അധികാരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറി വരികയും അവര് അപക്വമായ രീതിയിൽ അരാജകത്വം വരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ലോകത്ത് എവിടെയും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇന്നുണ്ട്. സമ്പന്നരായ മനുഷ്യർ ലോക്കൽ ബോഡീസും മറ്റ് ഭരണരംഗങ്ങളെല്ലാം പിടിച്ചടക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഈ ട്രംപ് ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് സമാനമായ വെല്ലുവിളികൾക്ക് സാധ്യത കാണുന്നു. അതിന് ഒറ്റ വഴി ഇത് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുകയും സമൂഹത്തിന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഇടപെടാവുന്ന മേഖലകളിലെല്ലാം ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. പുതിയ തലമുറയിൽ നിന്നും ജ്യോതിസും ജോസിസ് ജെയിംസും, ജ്യോതിസ് PhD വിദ്യാർത്ഥിയാണ് ടെക്സസില്. അപ്പോ സിനി സ്റ്റഫനും, ഈ 2 മലയാളി കൂട്ടായ്മ മലയാളീസ് ബ്ലാക്ക് ലൈവ്സ് മാറ്റർ ആണ്. വെറും ബ്ലാക്ക് ലൈവ്സ് മാറ്റർ അല്ല, മലയാളീസ് ഇൻ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ. ഇതെല്ലാം ഒരു തുടക്കമാണ്. ജെ മാത്യു സാറ്, ബേബി ഊരാളി സാധാരണ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനല്ല, മിതവാദിയായ ഒരു റിപ്പബ്ലിക്കൻ, ജനാധിപത്യം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന, എന്നാൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ പുരോഗതിയും നന്മയും ഒക്കെ ആഗ്രഹിക്കുന്ന വളരെ സമാധാനവാദിയായ ഒരു റിപ്പബ്ലിക്കൻ കൂടിയാണ്. ഇവരെല്ലാം കൂടുന്ന ഈ ഒരു ചർച്ച, ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും 2 തലമുറയിലെ അമേരിക്കൻ മലയാളികളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇത് മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലകളിലെ അമേരിക്ക, നാളെ വരാൻ പോകുന്ന അമേരിക്കയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ, ഇതാണ് ഈ ചർച്ചയുടെ നിർണായകമായ കാര്യം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഓരോരുത്തരുമോടുള്ള നന്ദി കൈരളി TVക്ക് വേണ്ടി നൽകിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.